ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പം നമ്മളിന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് എൻ്റെ ഫീഡിങ് പില്ലോയാണ്. പിന്നെ ഇത് നമ്മൾ ബേബിക്ക് വേണ്ടി മേടിച്ചേക്കുന്ന ബേബിയുടെ കരിയറാണ്. ഇത് ലവ് ലാപ്പിൻ്റെയാണ്. അപ്പോൾ നമ്മളിന്ന് ബോക്സ് പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഓൾറെഡി ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ പാക്ക് ചെയ്യുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി. അതുകൊണ്ടാണ് ഞാൻ ആയിട്ട് വീഡിയോ പിടിച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് ബേബി കരിയറാണ്. ഇതിപ്പോൾ ബേബി കരിയർ മേടിച്ചിരിക്കുന്നത് ലവ് ലാപ്പിൻ്റെയാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 500 സംതിങ് എബവ് ആണ് വന്നിരിക്കുന്നത് ബേബി കരിയറിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതാണ്. എനിക്ക് നല്ല കോട്ടൺ മെറ്റീരിയലായിരുന്നു. പിന്നെ അഫോർഡബിൾ പ്രൈസായിരുന്നു. ക്വാളിറ്റി ലവ് ലാപ്പിൻ്റെ നമുക്കറിയാമല്ലോ. ഞാനും ആദ്യമായിട്ടാണ് ലവ് ലാപ്പിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ ഡ്രസ്സ് ആണ്. അതായത് എനിക്ക് തിരിച്ച് വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും പിന്നെ എനിക്ക് ഉപയോഗിക്കാനോ അണ്ടർ ഗാർമെൻറ്റ്സും എൻ്റെ സാധനങ്ങളുമാണ്. പിന്നെ നമുക്കിതേ ഒരു ചെറിയ പല്ല് തേക്കാനുള്ള പേസ്റ്റ്, പിന്നെ കൊച്ചിന് വേണ്ടിയിട്ടൊരു പാക്കറ്റ് വൈപ്സ്, പിന്നെ എനിക്ക് ഉപയോഗിക്കാനുള്ള സോപ്പ്, പിന്നെ ബ്രഷും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. ബ്രഷൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്താണ് എടുത്ത് വയ്ക്കാറ്. പിന്നെ കോമ്പ്, പിന്നെ കൊച്ചിന് ന്യൂ ബോൺ ആയിട്ടുള്ള ഡയപ്പറിൻ്റെ ഒരു പാക്കറ്റ്, പിന്നെ വി വാഷ്. ഇതാണ് ഞാൻ ആ സൈഡിൽ പാക്ക് ചെയ്തേക്കണം. പിന്നെ ഇതിൻ്റെ സിബ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അത് മടക്കി, ഓൾറെഡി ഇതൊക്കെ ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വാഷ് ചെയ്ത് ഉണക്കി ഡ്രൈ ആക്കി അത്രമാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ പ്രോഡക്റ്റ്സ് എല്ലാം. പിന്നെ അയൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകളെല്ലാം തന്നെ അയൺ ചെയ്തും വെച്ചിട്ടുണ്ട്. നമ്മളൊരു സൈഡ് പാക്ക് ചെയ്തു ബോക്സിൻ്റെ. അപ്പോൾ അത് ഞാൻ ബെൽറ്റിട്ട് ഇതാക്കാണ്. ഈ ഫീഡിങ് പില്ലോ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ. പിന്നെ കൊച്ചിനുള്ള ബെഡുമാണ് അപ്പുറത്ത് കിടക്കുന്നത്. അതും ഫീഡിങ് പില്ലോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു മലപ്പുറത്തു നിന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് അവർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് മേടിച്ചതാട്ടോ. പിന്നെ കണ്ട, ഇത് കൊച്ചിനുള്ള ടർക്കി. ആദ്യം ഞാൻ എടുത്തു വെച്ചൊരു വലിയ ടർക്കിയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പ്രൊട്ടക്ടറാണ് പോപ്പീസിൻ്റെ. അത് ഞാൻ പോപ്പീസിൻ്റെ തന്നെ ഷോപ്പുണ്ട്, അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇത് സ്മോളാണ് സൈസ്. കുഴപ്പമില്ല, ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. പക്ഷേ റേറ്റ് വൈസ് നോക്കുമ്പോൾ നല്ല റേറ്റുണ്ട്. പിന്നെ എനിക്ക് ഉപയോഗിക്കാനുള്ള ബാത്തിങ് ടവല്, നമ്മുടെ തോർത്ത്, അത് 2 ഉണ്ട്. പിന്നെ വരുന്നത്, അപ്പോൾ അതൊരു സെക്ഷൻ, അതങ്ങനെ മടക്കി കഴുകി ഉണക്കി മടക്കി അയൺ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടല്ലോ. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റിയാണ്. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്, അതായത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ലിങ്ക് ഞാൻ തരാം. ഇത് ഞാൻ എൻ്റെ പാൻറ്റീസിൻ്റെ സൈസ് വെച്ച് നോക്കിയിട്ട് ഞാൻ വാങ്ങിയതാണ്. XL എന്തോ ആണെന്നോ സൈസ്. കണ്ടോ, നമ്മൾ കുട്ടികളുടെ ഡയപ്പർ പാൻറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതേപോലെയൊക്കെ തന്നെയാണ്. ആക്ച്വലി ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു ഹെവി ബ്ലീഡിങ് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചും കൂടി കംഫർട്ടായിരിക്കുമല്ലോ. നമ്മൾ ഈ പാഡും പാൻറ്റീസും എല്ലാം കൂടി യൂസ് ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇതായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊരു ചെറിയ ബോക്സ് മേടിച്ചത്. എന്തായാലും അതിൻ്റെ റിവ്യൂ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂസ് ഞാൻ പറയാം. പിന്നെ ഞാൻ വാങ്ങിയത് ന്യൂവയുടെ ഹെവി ഫ്ലോയിൻ്റെ പാഡാണ്. അത് ഓരോ സിംഗിൾ പേപ്പർ പാക്കറ്റായിരുന്നു. നമുക്കത് നല്ല, എനിക്കറിയത്തില്ല, ഞാൻ ന്യൂവയുടെയൊക്കെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഇതിൻ്റെയൊക്കെ നമുക്ക് യൂസ് ചെയ്താലേ അറിയുള്ളൂ. പക്ഷേ മോസ്റ്റ് പ്രോബബിളി നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ ലവ് ലാപ്പിൻ്റെ ഡയപ്പർ റഷ് ക്രീം ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതും ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബാക്കിയുള്ള എൻ്റെ മറ്റു മക്കൾക്കൊക്കെ ഞാൻ വേറെ ബ്രാൻഡാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ്സാണ്. ഇത് ബേബിയുടെ ടവല്, മുഖമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടനാണ്. ചെറിയ പീസ് ടവലുകളാണ്. അതൊരൊറ്റ പാക്കറ്റായിരുന്നു. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെങ്കോട്ടി, ഇത് സോഫ്റ്റായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള കോട്ടൺ നാപ്പിയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ സ്മോൾ സൈസുമാണ്, നമുക്ക് ന്യൂ ബോണിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും.
ഞാനൊരു 3 to 4 പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊരു 10 എണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിരുന്നു ആമസോണിൽ നിന്ന് വാങ്ങിയത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ 4 എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഡയപ്പർ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. പിന്നെ കുഞ്ഞിനുള്ള ഉടുപ്പ്, ഇത് പോപ്പീസിൻ്റെ ഒരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് 3 എണ്ണം മാത്രമേ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ടുള്ളൂ. അത് ബട്ടൺ ആയിട്ടുള്ള ഉടുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇവിടെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങി ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ചെറിയ നിക്കറും ബട്ടണോട് കൂടിയിട്ടുള്ള ചെറിയ ഷർട്ട് പോലത്തെ. പിന്നെ ഇത് നമ്മൾ കൊച്ചിനുള്ള ടർക്കി മേടിച്ചതാണ്, ബേബി ഹഗ്ഗിൻ്റെ. ഇത് ഞാൻ വാങ്ങിയത് ആക്ച്വലി ഫസ്റ്റ് ക്രൈയുടെ ഷോപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി മേടിച്ചതാണ്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ആയിരുന്നു. ക്വാളിറ്റി വൈസ് നല്ലതാണ്. പിന്നെ റേറ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. നല്ലതായിരുന്നു. പിന്നെ ഇത് മസ്ലിൻ കോട്ടൺ എന്നൊക്കെ പറയില്ലേ, സ്വാഡിൽ ബാത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ കൊച്ചിന് തുടയ്ക്കാനും ഒക്കെ മൾട്ടി യൂസ് ആയിട്ടുള്ള പ്രോഡക്റ്റായിരുന്നു. ഇതും ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണ്, മറ്റുള്ളവർക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതും കുറച്ചും കൂടി നല്ല കോട്ടൺ റിച്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഡബിൾ ട്രിപ്പിൾ ലെയറൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാം. പിന്നെ കൊച്ചിന് വേണ്ടിയിട്ടുള്ള തോർത്തുകളാണ്, പല ടൈപ്പ് ഓഫ് തോർത്തുകളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ വാങ്ങിയിരിക്കുന്നത് പല പല ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. 110 രൂപ റേഞ്ചിലുള്ളതും, പിന്നെ 15 രൂപയുടെ, പിന്നെ 100 രൂപയുടെയും 120 രൂപയുടെയൊക്കെ അങ്ങനെയൊക്കെ. ഇതൊക്കെ ചെറിയ പീസാട്ടോ. നമുക്ക് കൊച്ചിനെ തുടയ്ക്കാനൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ആദ്യമൊക്കെ എന്തായാലും നമ്മൾ തുടക്കത്തല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ 15 രൂപയുള്ളൂ. ഇതൊക്കെ ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ പല പ്രാവശ്യമായിട്ട് ഞാൻ വാങ്ങിയതാണ് ഇതെല്ലാം. അത് കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ബേബീനെ തുടയ്ക്കുകയൊക്കെ വേണമല്ലോ, പിന്നെ പാല് കുടിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കുറച്ചധികം മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ടർക്കി ആണെങ്കിലും ടർക്കി 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ സ്വാഡിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ അത് ക്ലോസ് ചെയ്യാണ്. പക്ഷേ ഇനിയും അതിനകത്ത് സാധനങ്ങൾ വെക്കാനുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ എക്സ്ട്രാ നമ്മൾ പിന്നെ പോകാൻ നേരത്താണ് ഞാൻ അതൊക്കെ എടുത്ത് വയ്ക്കുന്നത്. ഇത് ഫീഡിങ് പില്ലോയോടൊപ്പം തന്നെ ഞാൻ കളർ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റാണ് കേട്ടോ. ഈ ബോക്സ് അത് അത്യാവശ്യം വലിപ്പമുള്ള ബോക്സ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ എക്സ്ട്രാ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഷീറ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഷീറ്റായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ താഴെ ബെഡൊന്നും നനയൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ലുലുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു റാപ്പിംഗ് ടവൽ ടർക്കി എന്നൊക്കെ പറയാം. അത്യാവശ്യം കട്ടിയുള്ളതൊക്കെയാണ്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഐറ്റം കേട്ടോ. അത് നമ്മൾ കഴുകി വാഷ് ചെയ്ത് എല്ലാ സാധനവും വാഷ് ചെയ്ത് നമ്മൾ ഭദ്രമായിട്ടാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം കണ്ടിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അത് റാപ്പ് ചെയ്ത് കഴിയുമ്പോൾ, കൊച്ചിനെ പൊതിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ബെൽറ്റായിട്ട് ടൈ ചെയ്യാനുള്ള ആ ഒരു ബെൽറ്റും കൂടിയാണ് കാണുന്നത്. അല്ല, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ലുലുന്ന് തന്നെ വാങ്ങിയിരിക്കുന്ന കൊച്ചിനുള്ള ബ്ലാങ്കറ്റാണ്. കൊച്ചിൻ്റെ ആ ഒരു ചെറിയ സൈസിന് പറ്റിയ, നമുക്ക് കുറച്ച് നാളൊക്കെ എന്തായാലും ഉപയോഗിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റാണ്. ഇതൊന്നും ഇനി ഒരുപാട് റേറ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അഫോർഡബിൾ റേറ്റ് ആയിരുന്നു അതിനൊക്കെ വന്നിരുന്നത്. പിന്നെ ഞാൻ വാങ്ങിയത് സ്വാഡിൽ തന്നെയായിരുന്നു. അതായത് ഒരു പാക്കറ്റിൽ ഒരു 300 റേഞ്ചിൽ 2 സ്വാഡിലുണ്ടായിരുന്നു. സോഫ്റ്റായിട്ട് കട്ടി കുറഞ്ഞിട്ട് നല്ലൊരു കോട്ടൺ റിച്ച് ആയിട്ടുള്ളത്. കട്ടി കുറവാട്ടോ, നല്ല സോഫ്റ്റുമാണ്. പണം കൊച്ചിന് ഒരു നല്ല കംഫർട്ട് ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു റെഡ് ഫ്ലവറും ബ്ലൂ ആണ് ഞാൻ വാങ്ങിയത് വൈറ്റിൽ. അപ്പോൾ അത് 2 സ്വാഡിലുണ്ട്. ആക്ച്വലി ഞാൻ ഈ ബോക്സ് നമ്മളിവിടെ വീട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കാനും, പിന്നെ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഞാൻ സ്പെഷ്യലായിട്ട് വേറെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ബ്രാൻഡിൻ്റെ പ്രൊട്ടക്ടറാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഞാനൊരു പ്രൊട്ടക്ടർ ഇത്രയും സോഫ്റ്റായിട്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് കണ്ടിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആക്ച്വലി ഇത് കോംബോ ആയിരുന്നു. ഇത് വലുതായിരുന്നു, മീഡിയം സൈസായിരുന്നു. ഞാനത് മീഡിയം സൈസിൻ്റെ തന്നെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അതൊരു ഗ്രീനും കണ്ടോ, അത് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് ഒരെണ്ണം, പിന്നെ ഞാൻ രണ്ടാമത് ഞാനൊരു സ്മോൾ സൈസും കൂടി വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വേണ്ടി വരുമല്ലോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ലെങ്കോട്ടിയാണ്. ഇത് ഉള്ളിൽ പാഡ് വെച്ച പോലത്തെ ഒരു ലെങ്കോട്ടിയാണ്, അത്യാവശ്യം കട്ടിയുള്ളൊരു പാഡായിരുന്നു. പിന്നെ കോട്ടൺ ആണ്. ഇതൊരു 110 റുപ്പീസായിട്ടാണ് ഒരെണ്ണത്തിനുള്ളത്. ഇതൊരു 3 4 വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ലുലുവിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുകയാണ് ചെയ്തത്. മറ്റ് പോപ്പീസും ഫസ്റ്റ് ക്രൈ ഒക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് അവിടെ നിന്ന് കുറച്ച് റേറ്റ് കുറവായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തിരുന്നത്. അപ്പോൾ കണ്ടോ, അതിൻ്റെ വേറെ കളർ ചേഞ്ചുകളാണ് വാങ്ങിയത്, ബ്ലൂവും പിങ്കും ഒക്കെ. അതും സെയിം തന്നെയാണ്, റേറ്റും സെയിം തന്നെയായിരുന്നു കേട്ടോ. റേറ്റ് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ ഉള്ളത് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാഡിലിൻ്റെ തന്നെ അതിൻ്റെ ഒപ്പം ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അബിഗേലിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ ടർക്കി ആട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്. ഇത് ഞാൻ അന്ന് ഷോപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വാങ്ങുകയാണ് ചെയ്തത്. ഇതിപ്പോൾ അധികം നശിക്കാത്തതുകൊണ്ട് ഇത് ഓൾറെഡി ഞാനെടുത്ത് നമ്മുടെ അലമാരിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നതാണ് കൊച്ചിന്. അത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ, അതിന് വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് നല്ല കോട്ടണി ബെഡ്ഷീറ്റുകളൊക്കെ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കൊച്ചിനെ കിടത്തുമ്പം ഷീറ്റിലൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ മുറിച്ച് വെച്ചേക്കണത്. വാഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഉണക്കി മുറിച്ച് ചെറിയ പീസാക്കി മടക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടോ. പിന്നെ കൊച്ചിനെ നമ്മൾ ലെങ്കോട്ടിയായിട്ട് ഉടുപ്പിക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ട് വൈറ്റ് തുണി, നമ്മൾ ഈ പഴയ മുണ്ടും ഒക്കെ എടുത്തിട്ട് ചെറിയ പീസാക്കിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്, എല്ലാം വാഷ് ചെയ്തിട്ട്. അങ്ങനെ കുറച്ച് പീസുകളുണ്ട്. പിന്നെ ഇതൊക്കെ കൊച്ചിന് വാങ്ങിയ നമ്മൾ ഉടുപ്പുകളൊക്കെയാണ്, ഈ പോപ്പീസിൻ്റെ ഉടുപ്പും പിന്നെ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ചെറിയ ഉടുപ്പുകളൊക്കെ 1-2 എണ്ണം ഉണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് ഇനിയിപ്പോൾ ഷോപ്പിൽ പോയി ഇതൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാത്രമല്ല ഇതൊക്കെ വാഷ് ചെയ്തും ഒക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ 2-3 ജോഡി ഞാൻ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിലിടാനുള്ള നമ്മുടെ ബട്ടണിയായിട്ടുള്ള ഉടുപ്പാണത്. പിന്നെ ലെങ്കോട്ടി ഉണ്ടാവും അതിൻ്റെ. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ തോർത്തും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് പോപ്പീസിൽ നിന്ന് വാങ്ങിയ ഒരു ഷീറ്റാണത്. അത് നമുക്കിത് ബാത്ത് മാറ്റായിട്ട് ഉപയോഗിക്കാം, കൊച്ചിനെ കിടത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. എയർ സർക്കുലേഷനൊക്കെ ഉള്ള നല്ല കട്ടിയുള്ളൊരു റബ്ബർ ഷീറ്റാണ്. ഇതും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. കുറേ നാൾ നിൽക്കുകയും ചെയ്യും, കുളിപ്പിക്കാനൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല ഷീറ്റായിരുന്നു. പോപ്പീസിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് വാങ്ങിയതാണത്. അപ്പോൾ ഇതാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം. ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരാം. ഇപ്പോൾ 37 വീക്കാണ്. അപ്പോൾ ബായ്.